So here we will be looking on നേരത്തെ പറഞ്ഞൊരു വീഡിയോ ഇൻ ജിസ്റ്റ് ആണ് പറയുന്നത്. നോബൽ ഗ്യാസസ് ഗ്രൂപ്പ് 0 ഇവിടെ വരുന്നത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റേഡോൺ. ഇനേർട്ട് ആണ്, കാരണം എസ് ആൻഡ് പി ഓർബിറ്റൽസ് ഫിൽഡ് ആയതുകൊണ്ട്. ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് യൂസ്ഡ് ഇൻ വെതർ ബലൂൺസ് ആൻഡ് ഹീലിയം ആണ് യൂസ് ചെയ്യുന്നത്, യൂസ് ടു ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ അൺറിയാക്റ്റീവ് എൻവയോൺമെന്റ്സ്. Then second one is alkali metals, group 1A ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. വേറെ റിയാക്റ്റീവ് ആണ്, കാരണം ഒരു ഇലക്ട്രോണേ വാലൻസ് ഷെല്ലിലുള്ളൂ. ആൻഡ് ലോ ഡെൻസിറ്റി, ലോ മെൽറ്റിംഗ് പോയിന്റ്, ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം സ്ട്രോങ് ബേസസ്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് 2A ഗ്രൂപ്പ് ആണ്. സോ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. വരുന്നത് ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റാഡോൺ. റാഡോൺ അല്ല, ഇറ്റ്സ് റേഡിയം. ഓക്കെ, വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്സൈഡ്സ് ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ഹൈഡ്രോക്സൈഡ്സ് ആർ യൂസ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് മെറ്റൽ അലോയ്സ്. നെക്സ്റ്റ് കാറ്റഗറി അലൂമിനിയം ഗ്രൂപ്പ് 3A ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ. 2s1p ആണ് വാലൻസ് ഷെൽസ് വരുന്നത്. മെറ്റൽസ് ടു മെറ്റലോയിഡ്സ് വരാറുണ്ട്. അലൂമിനിയത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ബോട്ട്സ് ആൻഡ് എയർക്രാഫ്റ്റ്. സിൻസ് ഇറ്റ് ഈസ് ലൈറ്റ് വെയ്റ്റ് ബട്ട് ഇറ്റ്സ് സ്ട്രോങ്, ആ ഒരു പ്രോപ്പർട്ടി കാരണം ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു എലമെന്റ് ആണ് അലൂമിനിയം. നെക്സ്റ്റ് വൺ ഇസ് 4A ഗ്രൂപ്പ്, വിച്ച് ഇസ് കാർബൺ ഗ്രൂപ്പ്. 2s and 2p ആണ് വരുന്നത്. സോ ഇവിടെ കാർബൺ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ലൈക്ക് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്സ് പ്യുവർ ഫോം ഓഫ് കാർബൺ ആണ്. ദെൻ സിലിക്കൺ ആൻഡ് ജെർമേനിയം സെമി കണ്ടക്ടേഴ്സ് ആണ്, വിച്ച് ബിലോങ്സ് ടു ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ടിൻ ആൻഡ് ലെഡ് യൂസ്ഫുൾ മെറ്റൽസ് ആണ്. സോ പറയുകയാണെങ്കിൽ എന്താണ് മെറ്റൽസ്, മെറ്റലോയിഡ്സ്, മെറ്റൽസ്, മെറ്റലോയിഡ്സ്, നോൺ മെറ്റൽസ് ഒക്കെ വരുന്ന ഒരു കാറ്റഗറിയാണ് കാർബൺ. അടുത്ത് വരുന്ന ഗ്രൂപ്പാണ് 5A, വിച്ച് ഇസ് നൈട്രജൻ. നൈട്രജൻ ഗ്രൂപ്പിൽ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആർ ദി ബേസിക് 2 important elements which forms protein and nucleic acid. Then sixth group 6A ആണ് ഓക്സിജൻ ഗ്രൂപ്പ്. ഔട്ടർ ഷെൽസിൽ 6 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുന്നത്. 2s and 4p will be the valence shells. Oxygen എന്താണ് most abundant on earth surface. Most abundant element is oxygen. Sulfur, which is having many industrial use, also belongs to this particular group. Then group 7A, which are halogens. 2s and 5p ആണ് ഓർബിറ്റൽ. വെരി റിയാക്റ്റീവ് ആണ്, കാരണം എന്താണ് ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്, ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ റിയാക്റ്റീവ് ആണ്. അയഡിൻ, വിച്ച് ഇസ് ആന്റിസെപ്റ്റിക്. ക്ലോറിൻ, ഡിസ്ഇൻഫെക്റ്റിംഗ് ആൻഡ് ബ്ലീച്ചിങ് ഏജന്റ്. ഫ്ലൂറിൻ, മെയിൻറ്റെയിൻ ടീത്ത് ഹെൽത്ത് ആൻഡ് ഓൾസോ ഫോർ മേക്കിംഗ് ടെഫ്ലോൺ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള എലമെന്റ്സ് ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് അറ്റോമിക് റേഡിയസ്. സോ അറ്റോമിക് റേഡിയസ് എന്താണ്, ഇനിഷ്യലി ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. സോ വേറെ ഒന്നുമില്ല, രണ്ട് ആറ്റംസ് അടുത്തടുത്ത് വെക്കുന്ന സമയത്ത് രണ്ടുപേരുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ്. ദാറ്റ് ഈസ് വാട്ട് ആൻ അറ്റോമിക് റേഡിയസ് ഇസ്. സോ അറ്റോമിക് റേഡിയസ് തന്നെ നമ്മൾ കൊവാലന്റ് റേഡിയസ് എന്ന് കുറച്ചും കൂടെ ബ്രീഫ് ആക്കി പറയാം. കൊവാലന്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ആറ്റംസ്, ലൈക്ക് ക്ലോറിൻ ഒരു Cl2 മോളിക്യൂൾ, രണ്ട് Cl ആറ്റംസ് അടുത്തടുത്ത് വെക്കുമ്പോൾ, രണ്ട് ഐഡന്റിക്കൽ ആറ്റംസ് അടുത്തടുത്ത് വെക്കുമ്പോൾ അത് തമ്മിലുള്ള ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസിന്റെ ഹാഫ്. ദാറ്റ് ഈസ് വാട്ട് എ കൊവാലന്റ് റേഡിയസ് ഇസ്. അടുത്ത് വരുന്ന അയോണിക് റേഡിയസ് പറയുമ്പോൾ രണ്ട് അയോൺസിന്റെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ്. മെറ്റാലിക് റേഡിയസ് ഉണ്ട്. മെറ്റാലിക് റേഡിയസ് വരുന്ന സമയത്ത് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ്. ബേസിക്കലി ഇതിന്റെ SI യൂണിറ്റ് നമ്മൾ മിക്കവാറും പൈക്കോമീറ്ററിലോ നാനോമീറ്ററിലോ ആയിരിക്കും പറയുന്നത്. ദെൻ 2 other terms related to atomic radius, അല്ലെങ്കിൽ the basic 2 factors which affect an atomic radius is penetration and screening. Screening ആണ് നേരത്തെ പറഞ്ഞ ഷീൽഡിംഗ്. പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ദാറ്റ് an electron is from nucleus. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് പെനിട്രേഷൻ എന്ന് പറയുന്ന ഫാക്ടറിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് പെനിട്രേഷൻ. ഓൾസോ സ്ക്രീനിങ് ഇഫക്റ്റ്. സ്ക്രീനിങ് ഇഫക്റ്റ് പറയുന്ന സമയത്ത് എന്താണ്, ദി ബ്ലോക്കിംഗ് ഓഫ് ഇന്നർ ഇലക്ട്രോൺസ് ബ്ലോക്കിംഗ് ഓഫ് ഔട്ടർ ഇലക്ട്രോൺസ് ഫ്രം ന്യൂക്ലിയർ ചാർജ് ബൈ ഇന്നർ ഇലക്ട്രോൺസ്. അതാണ് സ്ക്രീനിങ്. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതാണ് സ്ക്രീനിങ്. സോ ഇതിനെ രണ്ടിനെയും, പെനിട്രേഷനെയും സ്ക്രീനിങ്ങിനെയും കോമ്പൻസേറ്റ് ചെയ്ത് നമ്മൾ ന്യൂക്ലിയർ ചാർജിനെ കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്ത് പറയുന്നതാണ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, ഈ രണ്ട് കോമ്പൻസേഷൻസും പല റീസൺസും കാരണം ഒറിജിനൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ന്യൂക്ലിയർ ചാർജ് അല്ലായിരിക്കും ദാറ്റ് പെർട്ടിക്കുലർ ആറ്റം ഓർ അയൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ to derive that, we came with a new term which is
അറ്റോമിക് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റോമിക് നമ്പർ മൈനസ് എസ്, വിച്ച് ഇസ് ദി ഷീൽഡിംഗ് കോൺസ്റ്റന്റ് എന്നോ സ്ക്രീനിങ് കോൺസ്റ്റന്റ് എന്നോ പറയാം, ഷീൽഡിംഗ് ഇഫക്റ്റ് കാരണം. ഓക്കെ, so greater the nuclear charge, greater will be the electron pull, smaller will be the radius. Lesser the nuclear charge, lesser will be the electron pull, larger will be the radius. So atomic number increase ചെയ്യുന്നതനുസരിച്ച് effective nuclear charge increase ചെയ്യുന്നുണ്ട്, directly proportional. Okay, increase ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന നെക്സ്റ്റ് ടേം ആണ് ഇലക്ട്രോൺ അഫിനിറ്റി. ഞാൻ പറഞ്ഞു എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി. ഒരു ഇലക്ട്രോണെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ ദി ചേഞ്ച് ഇൻ എനർജി വെൻ ആൻ ഇലക്ട്രോൺ ഇസ് ആഡഡ് ടു ആൻ ആറ്റം ടു ഫോം നെഗറ്റീവ് അയോൺ. ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന എനർജി ചേഞ്ച് ആണ്. ഒരു എക്സോതേർമിക് റിയാക്ഷനിൽ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, എൻഡോതേർമിക് റിയാക്ഷനിൽ ഇതൊരു പോസിറ്റീവ് വാല്യൂ. എക്സോതേർമിക് മീൻസ് എനർജി റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷനിൽ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. This change of energy will be a negative value. Endothermic energy absorb ചെയ്ത് നടക്കുന്ന റിയാക്ഷൻസിന് ഇവർ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, സോ എപ്പോഴും ഫസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി വിൽ ബി നെഗറ്റീവ്. ആദ്യമായിട്ട് ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന വാല്യൂ എപ്പോഴും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്ക് ഫസ്റ്റ് ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യാൻ സമയത്ത് എന്താണ് എപ്പോഴും എനർജി റിലീസ് ആണ് ചെയ്യാറുണ്ടാവുക. അതായത് എക്സോതേർമിക് റിയാക്ഷൻ ആയിരിക്കും. സോ എക്സോതേർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇറ്റ് വിൽ ബി നെഗറ്റീവ് വാല്യൂ. ദെൻ ഓൾസോ ഫസ്റ്റ് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന എനർജീനെ കാട്ടിയും എന്തായാലും കൂടുതലായിരിക്കും ദി നെക്സ്റ്റ് ടൈം വെൻ വി ആഡ് അനദർ ഇലക്ട്രോൺ. കാരണം ഒരു നെഗറ്റീവ് ആറ്റത്തിലേക്കാണ് പിന്നെയും ആഡ് ചെയ്യുന്നത്, അവിടെ നെഗറ്റീവ് വാല്യൂ മാറി പോസിറ്റീവ് ആവും. ബിക്കോസ് ഫസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി വിൽ ബി ദി ലീസ്റ്റ് വൺ. സെക്കൻഡ് വരുമ്പോൾ കൂടിക്കൂടി വരത്തേ ഉള്ളൂ, കുറഞ്ഞു വരത്തില്ല. ദിസ് ഇസ് ദി ട്രെൻഡ് ത്രൂ ഔട്ട് ദി പീരിയോഡിക് ടേബിൾ. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ്, ഫ്രം down to top it increases. Okay, അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസസ്. റീസൺ പറഞ്ഞുതരാം. കാരണം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമുക്കറിയാം അറ്റോമിക് റേഡിയസ് കുറയുവാണ് ചെയ്യുന്നത്. അറ്റോമിക് റേഡിയസ് കുറയുന്ന സമയത്ത് അയണൈസേഷൻ എനർജി, അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് കുറയുന്ന അനുസരിച്ച് ചെറിയ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ സമയത്ത് ഇലക്ട്രോൺ അഫിനിറ്റി കൂടും. കാരണം അവർ തമ്മിൽ അയണൈസേഷൻ എനർജിയാണ് ആക്ച്വലി വരുന്ന ഫാക്ടർ. അയണൈസേഷൻ എനർജി പറയാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, സോ യെസ്, ഒരു മെറ്റൽ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എൻഡോതേർമിക് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു നോൺ മെറ്റലിന് മാത്രമേ ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റുള്ളൂ അല്ല. ഇലക്ട്രോൺ എപ്പോഴും സമയത്ത് എക്സോതേർമിക് റിയാക്ഷൻ. മെറ്റൽസിന് ലോ ഇലക്ട്രോൺ അഫിനിറ്റി ആണ് ഉണ്ടാവുന്നത്. കാരണം മെറ്റൽസ് കൂടുതലും വരുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ നോൺ മെറ്റൽസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഈ സൈഡിലാണ്, ഒരു പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലാണ് മെറ്റൽസിന്റെ നമ്മൾ കാണപ്പെടുന്നത് മെജോറിറ്റി. സോ അവിടെ നിന്ന് ഞാൻ പറയാം ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് റേഡിയസ് കൂടുന്നുണ്ട്, അറ്റോമിക് റേഡിയസ് കുറയുന്നുണ്ട്, ആൻഡ് ആസ് എ റിസൾട്ട് ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ഓൾസോ ഇൻക്രീസിങ്. സോ മെറ്റൽസ് ആർ having lower electron affinities, non-metals in a higher electron affinity ആണ് ഉണ്ടാവുന്നത്. So ഈ point is very important. Larger the atom, lower the ionization energy, lower the electron affinity. Electron affinity കുറയുന്ന അനുസരിച്ച് ഇലക്ട്രോൺ കൊടുക്കേണ്ട ടെൻഡൻസിയും കുറയും. കാരണം അതാണല്ലോ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. സോ സ്മോളർ ദി ആറ്റം, higher the ionization energy, higher the electron affinity, tends to gain electron. ഓക്കെ, സോ എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, അപ്പം ഇലക്ട്രോൺ അഫിനിറ്റി കൂടിയാൽ മാത്രമേ ഗെയിൻ ചെയ്യേണ്ട കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇൻക്രീസ് ആണ് അല്ലെങ്കിൽ കൂടുതലാണെന്ന് പറയാൻ പറ്റുള്ളൂ. നോബൽ ഗ്യാസസ് പക്ഷേ ഒരു എക്സെപ്ഷൻ കേസ് ആണ്. ഇവർക്ക് സീറോ അയണൈസേഷൻ എനർജി ആൻഡ് സീറോ ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. ചെറുതാണ് നോബൽ ഗ്യാസ്, നമുക്കറിയാലോ ചെറിയ സൈസ് ആണ്, പക്ഷെ അവർക്ക് ഇതൊരു എക്സെപ്ഷൻ ആണ്. They don't have any electron affinity or something like that. So when an atom become ion, അവിടെ either ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി ആണ് ഫാക്ടർ ആയിട്ട് വരുന്നത്. കാരണം ഒന്നുകിൽ എനർജീനെ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ എനർജീനെ അബ്സോർബ് ചെയ്യണം. ഈ രണ്ട് പ്രോസസ്സ് വഴി മാത്രമേ ഒരു ആറ്റത്തിന് അയൺ ആവാൻ പറ്റുള്ളൂ.
ആൻഡ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി ആറ്റം, അവർക്കിപ്പം ലൂസ് ചെയ്യാനാണ് ടെൻഡൻസി എങ്കിൽ നമുക്ക് പറയാം ലോവർ ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. ദോസ് വിൽ ബി ദി മെറ്റൽസ്. ആൻഡ് അബ്സോർബ് ചെയ്യാനാണ് അല്ലെങ്കിൽ കൊടുക്കാനാണെങ്കിൽ ഇഫ് ദേ ഹാവ് എ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ, അവിടെയാണെങ്കിൽ ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. ഓഫ് കോഴ്സ് ദേ വിൽ ബി നോൺ മെറ്റൽസ്. ഓക്കെ, അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയാം.